രാജീവ് പി നായർ, ഇന്നിപ്പോൾ നമ്മൾ കണ്ടത് ഒരു ദിവസം മുഴുവൻ പ്രധാനമന്ത്രി വയനാട് എന്ന് പറയുന്ന ഒരു ജില്ലയുടെ 3 വാർഡുകളിലുണ്ടായ ഒരു ദുരന്തം കാണാൻ ഇറങ്ങിപ്പുറപ്പെട്ട കാഴ്ച നമ്മൾ കണ്ടു. അനുതാപപൂർവ്വം ഓരോരോ മേഖലകളിൽ പോയി ഓരോരോ കാര്യങ്ങൾ ADGP MR അജിത് കുമാറോടക്കം ചോദിക്കുന്ന കാര്യങ്ങൾ നമ്മൾ കണ്ടു. അവിടെ ഒരു കളക്ടറുണ്ട്, DR മേഘശ്രീ. അസാധ്യമായ വിൽ പവറുള്ള, അസാധ്യമായ സേവനശേഷിയുള്ള ഒരു യുവതിയാണ്. ആ യുവതി കാര്യങ്ങൾ ബോധ്യപ്പെടുത്തുന്നു. മന്ത്രിയടക്കം ഇരിക്കുന്ന അവലോകനയോഗം ഉണ്ടാകുന്നു. നമ്മൾ കേന്ദ്രത്തിൽ നിന്ന് കിട്ടും എന്ന പ്രതീക്ഷാപൂർവ്വം നോക്കിക്കാണുകയാണ്. ആ പ്രതീക്ഷയ്ക്ക് അടിസ്ഥാനം ഉണ്ടാകില്ലേ ശ്രീ രാജീവ് പി നായർ? അതുണ്ടാവുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. കാരണം ഇവിടെ ഹാഷ്മി സൂചിപ്പിച്ച പോലെ തന്നെ ഈ ദുരന്തത്തിന്റെ വ്യാപ്തി കേന്ദ്ര സർക്കാരിനെ എല്ലാ തരത്തിലും നമ്മൾ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്. 3 തവണ ഇന്ത്യയുടെ പാർലമെന്റിൽ ശ്രീ രാഹുൽ ഗാന്ധി, ലോക്സഭാ പ്രതിപക്ഷ നേതാവ്, വയനാടിനെ നേരത്തെ പ്രതിനിധീകരിച്ചിരുന്ന ശ്രീ രാഹുൽ ഗാന്ധി തന്നെ 2 പ്രാവശ്യം ശൂന്യവേളയിലും പിന്നെ ഒരു ചർച്ചയിലും വയനാടിൻ്റെ ഈ പ്രശ്നം അവതരിപ്പിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും അതിൻ്റെ എല്ലാ പശ്ചാത്തലത്തിലാണ് പ്രധാനമന്ത്രിയുടെ ഒരു സന്ദർശനം ഉണ്ടായിരിക്കുന്നതും. ആ സന്ദർശനത്തെ നമ്മൾ വളരെ പ്രതീക്ഷയോടുകൂടിയാണ് കാണുന്നത്. അവിടുത്തെ മുഴുവൻ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ പാർക്കുന്നവർ അവരെല്ലാവർക്കും ഈ ഒരു സന്ദർശനം കൊണ്ട് അവരുടെ പുനരധിവാസത്തിനും അവരുടെ ദുരിതാശ്വാസത്തിനും വേണ്ട കൃത്യമായിട്ട് ഇടപെടൽ ഉണ്ടാകുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഇവിടെ നേരത്തെ സൂചിപ്പിച്ച പോലെ നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ് ഉണ്ടാകുന്നത് നമ്മൾ L1 മുതൽ L4 വരെ, L0 മുതൽ L4 വരെയുള്ള കാറ്റഗറിയിൽ പെടുത്തിയാണ് കാണുന്നത്. അപ്പോൾ ആ L4 എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ, കാരണം സംസ്ഥാനത്തിന് മാത്രമായിട്ട് കൈകാര്യം ചെയ്യാൻ കഴിയാത്ത ഒരു സാഹചര്യത്തിലാണ് അതിനെ നമ്മൾ കാണണം എന്നുള്ളതുകൊണ്ട് അത് തീർച്ചയായിട്ടും നടക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. പക്ഷേ ഹാഷ്മി, അതിനപ്പുറം മറ്റൊരു കാര്യം കൂടി ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. നമ്മൾ കേവലം ഇപ്പോൾ വയനാടിലെ ഈ ദുരിതാശ്വാസ പ്രവർത്തനത്തിലും പുനരധിവാസത്തിലും മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ച് പോകേണ്ട ഒരു സമയമല്ല. കഴിഞ്ഞ 5 വർഷം കൊണ്ട് നമുക്കറിയാവുന്ന ഏറ്റവും പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ഏറ്റവും വലിയ ദുരന്തങ്ങളായിട്ട് 5 ഉരുൾപൊട്ടലുകൾ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ പെട്ടിമുടി, അതുപോലെ കവളപ്പാറ, അതുപോലെ തന്നെ ഇപ്പോൾ വയനാട് മേപ്പാടി, പിന്നെ നമ്മുടെ പുത്തുമല, ഇപ്പോൾ വിലങ്ങാട്. 5 ഉരുൾപൊട്ടലുകൾ. വിലങ്ങാട് സത്യം പറഞ്ഞാൽ ഈ വയനാടിൻ്റെ വലിയ ചർച്ചകൾക്കിടയിൽ മുങ്ങിപ്പോയതാണ്. അവിടെയും വലിയൊരു ദുരന്തമാണ് അവിടെ സംഭവിച്ചത്. ഇത് ഉണ്ടായിട്ടുണ്ട്. കേരളം നമ്മളൊരു 10 വർഷങ്ങൾക്ക് മുമ്പ് കരുതിയിരുന്ന പോലെ ഒരു എല്ലാ ഇതുകൊണ്ട് പ്രകൃതി രമണീയമായ, ഏറ്റവും സുന്ദരമായ, സമാധാനമുള്ള ഒരു സംസ്ഥാനം എന്നുള്ളൊരു നിലയിൽ നിന്ന് കഴിഞ്ഞ 10 വർഷം അല്ലെങ്കിൽ 5 വർഷം കൊണ്ട് വലിയ രീതിയിൽ മാറിയിട്ടുണ്ട്. അതിനനുസരിച്ച് നമ്മുടെ പ്രവർത്തനങ്ങൾ മാറാൻ വേണ്ടിയിട്ടുള്ള സംവിധാനം ഉണ്ടാകും. കഴിഞ്ഞ 2023 കഴിഞ്ഞൊരു ഇത് നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം 50,000 പേരാണ് ലോകം മുഴുവനായിട്ട് ഇത്തരത്തിലുള്ള നാച്ചുറൽ ഡിസാസ്റ്റേഴ്സിൽ മരിച്ചിട്ടുള്ളത്. പക്ഷെ നമ്മുടെ ഇവിടുത്തെ കണക്ക്, ഇപ്പോൾ ഔദ്യോഗിക കണക്ക് പറയുന്നതിനപ്പുറം സംഭവിച്ചിട്ടുണ്ട് നമുക്കറിയാം. ഏകദേശം നമ്മൾ ആ ഒരു അനൗദ്യോഗിക കണക്കെടുത്താൽ ഏകദേശം ഒരു 750 പേര് നമ്മുടെ സംസ്ഥാനത്ത് മാത്രം മരിച്ചിട്ടുള്ളൊരു സാഹചര്യമുണ്ട്. കാരണം ആ നമ്പർ ലോകം മുഴുവനുള്ള 50,000 വെച്ച് നോക്കുമ്പോൾ വളരെ വലുതാണ്. അപ്പോൾ വലിയൊരു പ്രശ്നം നമുക്കുണ്ട്. നമുക്ക് പ്രകൃതി ദുരന്തങ്ങൾ ഒരിക്കലും നമുക്ക് തടഞ്ഞു നിർത്താൻ കഴിയുന്നതല്ല. പക്ഷെ പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാക്കുന്ന ആഘാതം കുറയ്ക്കാൻ നമുക്ക് കഴിയണം. ഞാൻ വിമർശന ബുദ്ധിയാണ് പറയുകയല്ല, പക്ഷെ നമുക്ക് തിരുത്തൽ ആവശ്യം ഉള്ളതുകൊണ്ട് പറയാം. കേരളത്തിൻ്റെ ഒരു നമ്മുടെ നാച്ചുറൽ ഡിസാസ്റ്ററിനോടുള്ള റെസ്പോൺസ് തീർച്ചയായിട്ടും കാലത്തിനൊത്ത് ഉയർന്നിട്ടില്ല എന്നുള്ളൊരു വസ്തുതയാണ്. നമുക്കിപ്പോൾ നമുക്ക് ഹാഷ്മിക്ക് തന്നെ അറിയാം, ഏകദേശം കഴിഞ്ഞൊരു 3 മാസങ്ങൾക്ക് മുമ്പാണ് നമുക്ക് വെള്ളപ്പൊക്കം ഉണ്ടാകുമ്പോൾ പോലും നമ്മുടെ മൊബൈലുകളിലേക്ക് SMS വന്നു തുടങ്ങിയത്. നമ്മളിപ്പോഴും IMEയുടെ ഡാറ്റയാണ് നമ്മൾ ആശ്രയിക്കുന്നത്. നമുക്ക് നമ്മുടേതായിട്ടുള്ള ഒരു സംവിധാനം ഇതുവരെ രൂപപ്പെട്ടു വന്നിട്ടില്ല. ഒറീസ പോലെയുള്ള സംസ്ഥാനങ്ങളൊക്കെ നമ്മളെക്കാൾ പിന്നിൽ നിൽക്കുന്ന സംസ്ഥാനങ്ങൾ പോലും അതിൽ വലിയ അഡ്വാൻസ്ഡ് ആയിട്ട് വന്നിട്ടുണ്ട്. നമ്മളിപ്പോൾ ഒരു ആക്സിഡൻറ്റ് പ്രോൺ ഏരിയ ആയിട്ട് അല്ലെങ്കിൽ നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ് പ്രോൺ ഏരിയ ആയിട്ട് നമ്മുടെ സംസ്ഥാനം മുഴുവൻ മാറിയിട്ടുണ്ട്. പ്രത്യേകിച്ച് ഇടുക്കി, വയനാട് പോലെയുള്ള പ്രദേശങ്ങൾ വലിയ രീതിയിൽ ഒരു നാച്ചുറൽ ഡിസാസ്റ്റർ പ്രോൺ ആയിട്ട് വരുന്നുണ്ട്. ഇപ്പോൾ ഇന്നലെ തന്നെ അതിനുശേഷം ഭൂമിക്കടിയിലുണ്ടായ ഒരു പ്രതിഭാസത്തെക്കുറിച്ചൊക്കെ നമുക്കറിയാം. അപ്പം നമ്മളൊരു ഭീതിയുടെ നിഴലിലാണ്. നമുക്ക് വെള്ളപ്പൊക്ക ഭീഷണിയുടെ നിഴലുണ്ട്. നമ്മൾ മുല്ലപ്പെരിയാർ പോലൊരു ജലബോംബിൻ്റെ കീഴിലാണ് നമ്മൾ ഇരിക്കുന്നത്. എത്രമാത്രം അതിനെ സംബന്ധിച്ച് ഉറപ്പുള്ളതാണെന്നൊക്കെ പറയാൻ ശ്രമിച്ചാൽ പോലും ജനങ്ങളെല്ലാം വലിയ ഭീതിയിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഇതിനോടെല്ലാം വരുന്ന ഒരു, ഇപ്പോൾ നമ്മൾ പറഞ്ഞല്ലോ, ഇപ്പോൾ ഈ വയനാട് തന്നെ മേപ്പാടി തന്നെ ഉണ്ടായ ദുരന്തത്തിൽ അവിടെ തലേ ദിവസം തന്നെ അവിടുത്തെ വെള്ളത്തിൻ്റെ നിറം വ്യത്യാസം വന്നതും അവിടെ ചില സൂചനകൾ അവിടുത്തെ പ്രാദേശികവാസികൾക്കുണ്ടായിരുന്നു എന്നുള്ളതും അത് അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ടെന്നറിയാം. പക്ഷെ നമ്മൾ എത്രമാത്രം ക്വിക്കായിട്ട് അതിലേക്ക് റെസ്പോണ്ട് ചെയ്തു എന്നുള്ളതൊക്കെ വലിയ നമ്മൾ ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. അതിനനുസരിച്ച് നമ്മുടെ ദുരന്ത നിവാരണ സംവിധാനങ്ങൾ അല്ലെങ്കിൽ ദുരന്തം ലഘൂകരിക്കാനുള്ള സംവിധാനങ്ങൾ, വാർണിംഗ് സിസ്റ്റംസ്, നമ്മൾ ഇവാക്യുവേറ്റ് ചെയ്യാനുള്ള സിസ്റ്റംസ് ഉൾപ്പെടെ വലിയ രീതിയിൽ നമ്മളൊരു തയ്യാറെടുപ്പ് നടത്തേണ്ടതായിട്ടിരിക്കുന്നു.
അത് നമുക്ക് സംസ്ഥാന സർക്കാരിന് കേന്ദ്ര സർക്കാരിനെ ബോധ്യപ്പെടുത്താൻ സാധിക്കണം. കഴിഞ്ഞ 5 വർഷം ഉണ്ടായ പ്രളയം ഉൾപ്പെടെ ഉണ്ടായിട്ടുള്ള ദുരന്തങ്ങൾ, ആ ദുരന്തങ്ങൾ നിരന്തരമായിട്ട് കേരളത്തിൽ ഉണ്ടാവുമ്പോൾ അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രകൃതിയിൽ ഉണ്ടാക്കിയിരിക്കുന്ന മാറ്റങ്ങളെ സംബന്ധിച്ചെല്ലാം വസ്തുതാപരമായ ഏറ്റവും നല്ല കോൺക്രീറ്റ് ആയിട്ടുള്ള ഒരു റിപ്പോർട്ട് കൊടുക്കാനും അടുത്ത ഒരു 10-25 വർഷത്തെ മുന്നിൽ കണ്ടുകൊണ്ട് ഇന്ന് വരുന്ന കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെയും മറ്റെല്ലാ വിഷയങ്ങളുടെയും ഒരു ആഴം നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് കേരളത്തെ മുഴുവൻ എന്താ പറയുക ഒരു ദുരന്ത സാധ്യതയുള്ള പ്രദേശമായിട്ട് കാണേണ്ട സാഹചര്യം ഇപ്പോൾ നിലനിൽക്കുന്നു. ഡോക്ടർ കെ ജി താരക് കുറച്ചുകൂടി ആഡ് ഓൺ ചെയ്യാനുണ്ടോ? ഞാൻ താരയിലേക്ക്